ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ പിണറായി സർക്കാരിനെതിരെ ബിജെപിയുടെ രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റ് ഉപരോധവുമാണ് അവസാനിച്ചത്. ശരണമന്ത്രങ്ങൾ ഉരുവിട്ടും ഭക്തിഗാനങ്ങൾ ആലപിച്ചുമായിരുന്നു വിവിധ ജില്ലകളിലെ ബിജെപി പ്രവർത്തകർക്കൊപ്പം വിവിധ മോർച്ചാ പ്രവർത്തകരും പ്രതിഷേധിച്ചത്. ആയിരക്കണക്കിന് പേരാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത്. രാപ്പകൽ പ്രതിഷേധവും സെക്രട്ടേറിയറ്റ് ഉപരോധവും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഉദ്ഘാടനം ചെയ്തത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വിശ്വാസികളെ ദ്രോഹിക്കാൻ ബിജെപി അനുവദിക്കില്ല. മന്ത്രി VN വാസവനെ സംരക്ഷിക്കാൻ സർക്കാർ നോക്കണ്ട. മതേതരത്വം പറയുന്ന ഇടതുമുന്നണിയും വലതുമുന്നണിയും അഴിമതി നടത്തുന്നവരാണ്. വികസിത കേരളം എന്നത് ബിജെപിയുടെ മാത്രം ലക്ഷ്യമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇതൊരു തുടക്കമാണ്. ഒരു പുതിയ കേരളം, ഒരു വികസിത കേരളം. ബിജെപിക്ക് മതത്തിനെ കുറിച്ചോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അങ്ങനെ ഒരു പ്രതിഷേധം ചെയ്യാൻ ഒരു താല്പര്യമില്ല. ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഒരു ദൗത്യം വികസിത കേരളമാണ്. എല്ലാവരുടെയും ഒപ്പം, എല്ലാവർക്കും വേണ്ടി. പക്ഷേ അതിന്റെ ഒപ്പം ആരെയും ദ്രോഹിച്ചാൽ, അത് സെന്റ് റീറ്റാസ് കോളേജാണോ, അത് ശബരിമലയാണോ, ഗുരുവായൂരാണോ, അത് മലബാർ ദേവസ്വം ബോർഡാണോ, ദ്രോഹിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ബിജെപി ഉണ്ടാവും. എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് ഇവരെ ഞങ്ങൾ എതിർക്കും എന്ന് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല.